തീ കത്തുമ്പോഴാണ് ഉള്ളിലുണ്ടായിരുന്ന 3 ലോറിയിൽ 1 ലോറി എടുത്ത് പുറത്തിട്ടേന്ന് അറിഞ്ഞു. അതെ അങ്ങനെ തന്നെ സംഭവിച്ചത്. ബാക്കിൽ ഫയർ നടക്കുന്ന സമയത്താണ് സംഭവിച്ചത്. ബാക്കി 2 നശിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ പെട്ടെന്ന് വിഷമം തോന്നിയോണ്ട് പെട്ടെന്ന് എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ അതോടുകൂടി എല്ലാം ബിസിനസ്സൊക്കെ തകർന്ന് തരിപ്പടായി പോകില്ലേ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തോന്നി അത് ചെയ്യാമെന്ന് അങ്ങനെ ചെയ്തു. പിന്നെ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും, അല്ലാതെ ഇപ്പം എന്താ ചെയ്യാം. പെട്ടെന്ന് തോന്നിയ ആ ധൈര്യത്തിൽ ഞാൻ ഫാസ്റ്റിംഗ് ആണ്, എന്നാൽ പോലും അങ്ങനെ ചെയ്തു. അതെല്ലാം ദൈവം തമ്പുരാന്റെ കാവലല്ലേ, അത്രേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. ലോറി അത് അതിന്റെ ഓണർ തന്നെ വന്ന് അതിന്റെ ഉള്ളിൽ കത്തിക്കിടക്കുകയത് 3 ലോറി കത്തുണ്ടായിരുന്നു. അപ്പൊ നല്ല സൗണ്ട് കേട്ടിട്ട് ഓണർ അവിടെ നിന്ന് വന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി, പുള്ളി തന്നെ ധൈര്യം സംഭരിച്ച് കയറി എടുത്ത് പുറത്തേക്ക് വലിച്ചിടും. ഈ കത്തുമ്പോഴായിരുന്നു കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്നെയാണ് പുള്ളി ഉള്ളിലേക്ക് കയറിയത്, അതിന്റെ ഉള്ളിലേക്ക് കയറിയത്. എപ്പോഴായിരുന്നു പോലീസിന് വിവരം ലഭിച്ചത്? ഞങ്ങൾ സമയം ഒരു 10 മണി കഴിഞ്ഞു, 10:05 കാണും. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ വന്ന് ഞാനാണ് ഇവിടെ. ഞാൻ വന്നപ്പോ അവിടെ വേറെ ചേട്ടനും എന്നെ എന്നോട് പറഞ്ഞും കൂടെ പോകാൻ ധൈര്യം കൊണ്ട് വന്നു വെച്ചാൽ പറഞ്ഞു ധൈര്യം കുറവൊന്നുമില്ല, 2 പിള്ളേര് കൊച്ചു പിള്ളേരാണ്, എന്നാലും എനിക്ക് പോകാന്ന് പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ഉള്ളിൽ കിടക്കണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇവിടെ വന്ന് നോക്കിയപ്പോ എന്റെ ഉള്ളിൽ ആരും, അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ഓണർ വന്നിട്ട് ധൈര്യസമേതം വണ്ടി എടുത്ത് പുറത്തേക്ക് എടുത്തിട്ടത്. പിന്നെ ഇതിൽ കൂടംകുളത്തുനിന്ന് തന്നെ ഇതായിരുന്നു, ഈ 11 KV ആയിരുന്നു. അത് 2-3 പൊട്ടി ചാടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങിട്ടോ, ചിലപ്പോൾ പൊട്ടി ചാടും, അത് ഇത് ദ്രവിച്ച് ഇങ്ങനെ ഉരുകി ചാടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് നോക്കുക ആരെങ്കിലും ഉള്ളിലുണ്ടോന്നൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ആരൊന്നുമില്ല. പിന്നെ മനസ്സിലായി ആരുമില്ലാന്ന് മനസ്സിലായി അതിന്റെ ഉള്ളിൽ. ഒരാളെയാണ് ആശുപത്രി കൊണ്ടുപോയിട്ട് ആ പുള്ളി അതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു പറഞ്ഞേ. പുള്ളി അത് കണ്ടപ്പോ ഇത് പുക അടിച്ചിട്ട് പുള്ളിക്ക് അത് പറ്റിയെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകും. ആദ്യം വേറെ ആർക്കൊന്നും പരിക്കൊന്നുമില്ല എന്ന് നോക്കിയതില്. കൂടുതൽ ഒരു വ്യവസായ മേഖല കൂടിയാണ്. അതെ. ഇത് അങ്ങോട്ട് നീണ്ടു കിടക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് ഇതൊരു ബെഡിന്റെ ഹോൾസെയിലാ. ഇതിന്റെ തൊട്ടപ്പുറത്ത് വെള്ള കമ്പനിയുണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് പടർന്ന് പോയിക്കൊണ്ടിരിക്കുകയത്. അപ്പൊ അതേ കുടിവെള്ളിക്കാരൊക്കെ വന്നു, വെള്ളം വന്നു, പിന്നെ എല്ലാരും വന്നു. ഫയർഫോഴ്സുകാർ വന്നു. പക്ഷെ അവർക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. 4 വഴിക്കേടേയും ഈ ടവറിന്റെ ഇത് ലൈൻ കിടക്കണോണ്ട് അവർക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അവര് കറക്റ്റ് സമയത്ത് അവരെത്തി, പക്ഷെ അവർക്ക് ഉള്ളിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. എല്ലായിടത്തും അപ്പൊ കറണ്ട് പോയോ എന്നൊക്കെ സംശയമായിരുന്നു. ഈ ഡയറക്റ്റ് കൂടംകുളത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയമായിരുന്നു കയറി വരെ. എന്നാലും അവര് വരെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി അവർ കയറി വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോ ഇത് തീർന്നു എന്ന് പറഞ്ഞു. ഞാനപ്പോ എന്റെ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പൊ കൺട്രോൾ റൂമുകാരെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞു. അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോ പിന്നെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റും കയറി വന്നു. ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുവല്ലേ, നന്നായിട്ട് നല്ല പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. വേറെ ആളുകളൊക്കെ പേടിച്ചിട്ട് ഈ ലൈൻ പൊട്ടി വീണുകൊണ്ട് ആരും തന്നെ കയറി വന്നില്ല. ഞാൻ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായതുകൊണ്ട് കയറി പോന്നു മാത്രം.